നമുക്ക് യൂട്യൂബ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ഒക്കെ വൈറലായിട്ടുള്ള ഒരു കോഫി ഹാക്ക് ചെയ്താലോ. നല്ല ഈസി ആയിട്ട് ഒരു ബ്ലെൻഡറിൻ്റെ ആവശ്യമില്ലാതെ നല്ല ഫ്രോത്തി ആയിട്ടുള്ള കോഫി എങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു സോസിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കോഫി പൗഡറും പഞ്ചസാരയൊക്കെ ഇടാനുള്ളതുകൊണ്ട് തന്നെ അങ്ങ് ചില വീഡിയോസിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ ഹോളാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ കോണാക്കി വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് സക്സസ് ആവോ ഇല്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ പഞ്ചസാര അതിൽ കറക്റ്റ് ആയിട്ട് ചാടുന്നില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ല. അങ്ങ് 2 ടേബിൾ സ്പൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ ഒന്നുകൂടെ വലുപ്പമുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ കോഫി ഉണ്ടാക്കാം കേട്ടോ. ഇത് ചെറിയ ബോട്ടിലായതുകൊണ്ട് ഇതിൽ നമുക്ക് എന്തായാലും കോഫി ഉണ്ടാക്കാൻ പറ്റില്ല. അതിലേക്ക് നല്ല ചൂടുള്ള 1 ടേബിൾ സ്പൂണ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്യാം. നമുക്ക് എത്രത്തോളം ഷെയ്ക്ക് ചെയ്ത് അത് നല്ല സ്മൂത്ത് നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ട് അത്രയും ടൈം നന്നായിട്ട് തന്നെ ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. ഞാനൊരു 3 മിനിറ്റൊക്കെയാണ് ഷെയ്ക്ക് ചെയ്യുന്നത്. ഒരു 4-5 മിനിറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രീമി ആയിട്ട് വരുന്നുണ്ട്. ഒരു ബ്ലെൻഡറിൻ്റെ ആവശ്യമായിട്ട് നമുക്ക് വരുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് സക്സസ് ആവോ ഇല്ലേ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ട്രൈ ചെയ്തപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കൂൾ കോഫിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂൾ കോഫിയോ അല്ലെങ്കിൽ ഹോട്ട് കോഫിയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ ഒരു ഇത് വെച്ചിട്ട് ഇത് കണ്ടോ നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ വെച്ചിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിരുന്നേനെ കേട്ടോ. അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ട് കുടിച്ചാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലത്തെ കൂൾ കോഫി ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുമുണ്ട് കേട്ടോ. ഞാൻ കുപ്പിയിൽ ബാക്കിയുള്ളതിന് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലേക്ക് കുറച്ച് കൂടെ പാൽ ഒഴിച്ചിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല ഒരു റിച്ച് ഫ്ലേവറും കൂടെ ഈ ഒരു രീതിയിൽ ചെയ്താൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഹാക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ചെയ്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കോഫി പൗഡറൊക്കെ ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഡെക്കറേഷനൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കാണാൻ ഭംഗിക്ക് വേണമെങ്കിൽ മാത്രം ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, സിമ്പിൾ ഹാക്കാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക്